செக்கிங் எல்லாரும் இறங்க. டிரைவர் யாரு? இறங்கி வாடா, சீக்கிரம் வாயா. பட்டா பகல் எதுக்கடா லைட் போட்டு வண்டி ஓட்டுறது? அது வந்து இண்டிகேட்டர் போட்டிருக்கேன் சார். அடா சோம்பேறி, கேரளாவில கரண்டே கிடையாது. இந்த மாதிரி லைட் போட்டு வண்டி ஓட்டுனா இந்த தமிழ்நாடுக்கு அதே கதி வந்துடும் தெரியுமா? சார் இது பேட்டரி சார். பாய் விடுறா முண்டா. பேட்டரி ஆகுது, பேக்கரி ஆகுது, கரண்ட் தாண்டா. பிசி சார், ஐபிசி 420 போடு. போடியா. போடுறேன் சார் ஃபைன் போடாதீங்க சார், நான் என்ன வேணாலும் சரி ஏதாவது பண்ணணுமா? சரி பிசி ஆஃப் போடு. ஆஃப் என்ன ஆஃப், சீக்கிரம் போட்டு போயா. போடு போடு. இங்க பாக்காத என்ன போட்டாச்சா? போட்டாச்சு சார். சரி லைட் ஆஃப் பண்ண வேணாம், வண்டி மெதுவா ஓட்டுனா. போ லைசென்ஸ் இருக்கா? இருக்கு. புக் வச்சிருக்கா? இருக்கு. சரி சரி மெதுவா போ. டிரைவர் யாரு? இறங்கி வாடா. யாரோ ஓடுறத புடிடா. உன் பேர் என்ன? சார்ல்ஸ். கிங் சார்ல்ஸா? டேய் பிசி சார். மலையாளி தான்டா, மூஞ்சி பார்த்தா தெரியும். ஹலோ ஹலோ. என்னடா ஃப்ரெண்ட்ஷிப்பா? இந்த பேக்குள்ள போம்பா? ஒண்ணும் இல்ல. போய் சொல்லாதடா, பேக் தர. அது சீக்கிரம். ஒண்ணும் இல்ல. ஸ்லோ ஆக்ஷன். என்னடா இது? பிராண்டி. അത് தெரியும். ബ്രാൻഡി കള്ളക്കടത്തിലടാ തിരുട്ട് റാസ്കൽ. അയ്യോ സാർ, ഞാൻ വെറുതെ കുടിക്കാനായിട്ട് ബ്രാൻഡി. കുടിக்கிறதுக்கല്ല, കുളിக்கிறதுக்கு അവൻ ബ്രാൻഡി വാങ്ങുവാ. പിസി സാർ ഐപിസി 1000 പോട്. 1500 rupees கொடு. എന്റെ കയ്യില് പൈസ ഇല്ല. ஐயோ பைசா இல்லையா? பாவம், உனக்கு பைசா நான் தரேன். டேய் ஏமாத்த பாக்குறியாடா நீ? അതിനകത്ത് ഒന്നുമില്ല. பிசி இவன் ஹாஸ்பிடல் உள்ள தள்ள கொடுக்கட்ட സാർ പൈസ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. நீங்க? நான் கொடைக்கானல் சி மகாலிங்கம். ஆனும் கொடைக்கானல் நீங்க தானே? അയാളെന്റെ കാശ് കൊണ്ടുപോയി. കണ്ട കള്ളന്മാരൊക്കെ വേഷം മാറി വരുമ്പോ കാശ് കൊടുത്ത് കൊടുക്കാൻ തന്നോടാരാ പറഞ്ഞ? താനൊരു മലയാളിയാണോടോ? പിന്നെ ഞാൻ എടുത്തോളാം. ടൈം എന്നാச்சு തങ്കച്ചി? 2 പൗണ്ട് இருக்கு. 2000 ரூபாய் வச்சுக்கோ. டேய் நில்லு. மீதி அப்புறம் ஏமாத்த பாக்குறியா? அப்படி ஒரு எண்ணமே மனசுல கிடையாதயா. இந்த பாரு, பாக்கெட்டு சுத்தமா காலி. 10 ரூபாய் கொடுங்க டீ சாப்பிடுறதுக்கு. எனக்கு தெரியாதா? பாக்கெட்ல கை போடாதீங்க, ஒண்ணுமே இல்லையா. அது துட்டு இல்ல. என்னடா இது? இது எப்படி பாக்கெட்ல வந்தது? சோம்பேறி பயல. போடா. கையில கிடைச்சது போச்சு, பாக்கெட்ல இருந்தா போச்சு. இன்னொரு ஐடியா இருக்கு. தேவைப்பட்ட டைம்ல இன்டெலிஜென்ஸ் ஒர்க் பண்ண மாட்டேன். என்ன தலை இது? ஐயோ. யார் நீ? உன் அப்பா. அப்பாவா? அப்பா இத்தனை நாள் எங்க போயிருந்தப்பா? ഇത്ര നാൾ ഉന്ന അമ്മ കൂടെ വിളയാട്ടക്ക് പോയാச்சு. നല്ല വിളയാടിയാച്ചാ? തന്നെക്കാളും വലിയ തരികട ഞാൻ. பார்த்தா தெரியாது. ആ മലയാളിയിലടോ. അതെ, നാട് കളിക്കവിള. പേര് ശോഭരാജ്. കത്തി മാറ്റ. ശോഭരാജ്. തനിക്ക് പറ്റിയ പേര് തന്നെ. എന്നെ കാശെടുക്കണോ? കാശ് ചെലവായി പോയി. ചെലവായി പോയെങ്കിൽ എനിക്കറിയാം. സഹോദര, ഉദരത്തിൽ അമർത്തരുത്. ഞാനൊരു ഉദരജീവിയാണ്. കങ്കാരു ആണോ? അല്ല, കോൺട്രാക്ടർ ആണ്. പിടിവിട്, കാശ് തരാം. മാരകായുധങ്ങളായിട്ടാണ് അവന്റെ കളി നടപ്പ്. അമ്മേ, അയ്യോ.
താനിങ് എത്തിയോ? എനിക്കറിയാമായിരുന്നു എന്തറിയാമായിരുന്നു? താനിങ് എത്തുമെന്ന്. എന്താ തന്റെ ഉദ്ദേശം? ഇവിടെ വരുന്നവരെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഉദ്ദേശമുണ്ട്. തന്നെ തട്ടുക. തന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ രൂപ തന്നാൽ ആ ഉദ്യമത്തിൽ നിന്ന് തനിക്ക് പിന്മാറിക്കൂടെ? ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. 1 മണിക്കൂറിനകം തന്റെ കാശ് ഞാൻ തരും. പിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. അയ്യോ. അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നടേ? അതെ സാർ, അമ്മയിന്റെ ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയാലും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലിയും വാങ്ങി വെറുതെ പല്ലിന്റെ ഇട കുത്തിയിരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞേ? എന്നോട് തർക്കിക്കുന്നോ? ഓ, ഇവനാര്? അർണോൾഡ് ശ്വാസ്നികർ. സാറേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയകാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പിയൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാ? ഒരു അർജുൻ. അവനാര്? പാണ്ഡവനാ? അതാ ഒരു കാര്യം, ഞാൻ അങ്ങോട്ട് മാറിയുന്ന 3 പ്രാവശ്യം ഒരു പേര് ഉറക്കം വിളിക്കേ. ആരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാറ് അർജുൻ, അർജുൻ, അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യനാണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അളിയനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ടോ? മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പാങ്ക് കൊടുക്കുന്നത്. പിന്നെ ശിരസിൽ കയറിയ പള്ളിമണി അടിക്കാൻ പറ്റുവാണ്. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട. നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ നസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ. അയ്യോ ഇരിക്കുക. 101 കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിലിറങ്ങി കിടന്നാ പോരെ? ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല, അച്ഛൻ പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാം. നോക്കാം. ഏകദേശം നല്ല ആഴമുണ്ട്.
അനക്കല്ലേ ഈ മൺകിരിയുടെ തലേന്നൊന്നും ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ വിഴുങ്ങിയ അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യസമ്പത്താ. എന്താ പുരുഷേട്ടൻ പോയോന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിനത്തെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. 1 വർഷം പഞ്ചാര എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ? സരസു, സരസ്, ഇതിന്റെയൊക്കെ വായിലിട്ട് 6 ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ട് ഒരിടത്തും. പുരുഷു എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ആ ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച? എന്തിനാ കുനിഞ്ഞത്? നീ വരാൻ വേണ്ടി കുനിഞ്ഞതാ. പെടലികളെ ദൈവമേ, ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16 പോവാ കുട്ടിത്ത വാങ്ങേ. നാണം അതുകൊണ്ടാ. എടുക്കനാ വിട്ടുമിടുക്കൻ സുന്ദരനാ കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ കുട്ടിയെ ഇതാക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായരി പ്രപ്പോസൽ കൊണ്ടുവന്നത്. ആ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത ശൃംഗ നെയ്യായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുളിക്കുക. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാടോന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യവാ. അങ്ങള് പോയി അച്ഛൻ അപ്പുറത്തങ്ങാനും വരുന്നുണ്ടോന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങാ. തുടർന്ന് കാണും. ഇല്ല, ഞാൻ ഉറച്ചിട്ട് വന്നത്. ഇല്ല, ഉറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു അല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ. ക്യാമ്പ് കഴിയുമ്പോ എന്താവോ? അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്.
ചതിച്ചോ? ആഹാ, എന്താണ് തൂണുംചാരി? നമസ്കാരം. എവിടെ പോവാ? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. ആ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. ആ, നിക്ക്. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ, ആഹാ, എന്നാ താനും നോക്കണോ? ആഹാ. ഒന്ന് നിന്നേ. അത് എടുക്കാതിരിക്കുന്നല്ലേ നല്ലത്. ആ, എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ ഹേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. ഛെ, വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ ഉണ്ട്. എവിടെ? അവിടെ. എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. എവിടെയെങ്കിലും ആഹാ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു സാധുവിനെ arrest ചെയ്ത് എനിക്ക് promotion വേണ്ടടോ. ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. താൻ ഉദ്ദേശിക്കുന്ന സത്യനല്ല. കശ്മല, ഇല്ല അവിടെ. നിരങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടടാ നിരങ്ങാൻ. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായനെ. ഇല്ലടാ അവിടെ. അയ്യോ, തെണ്ടി. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടില്ല. അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ മുറി കയറി ഒന്ന് തോന്നിവാസം പറയും. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടില്ല. ഏ, പെണ്ണുപിള്ള. ഏ, കളി. ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് മുകളിൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാ. അവനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞ പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ മാഡം, പിന്നെ അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. ഓഹോ, കൃത്യസമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. ആ. അയ്യോ ഇതെന്തോന്ന് ചെടി? ചൊറിയണം. എഴുന്നേൽക്കില്ലേ, മാന്തിക്കോ. ശരിക്കും കിട്ടിയിട്ടോ? ഇതാരും മനഃപൂർവ്വം ചെയ്തതാ. വെറുതെ ഡൗട്ടാണത്. എന്റെ അന്നമോൾക്കൊന്നും പറ്റില്ല. എന്നൊക്കെ പിടിക്കാൻ പറഞ്ഞത്. ഒരാൾ ആപത്തിപ്പെടുമ്പോ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും പറയണോ? എന്റെ അന്ന. ഹലോ, ഒരാളല്ലല്ലോ, ഒത്തിരി പേര് വീണില്ലേ? അവരാരും താൻ രക്ഷപ്പെടുത്താത്തെന്താ? എല്ലാവരും കൂടി ഒരുമിച്ച് താങ്ങില്ല നീയാ. മാത്രമല്ല അന്ന എന്റെ പെണ്ണാണ്. എനിക്ക് അന്നയും അന്നയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ. 1000 അരയന്നങ്ങളുടെ കൂട്ടത്തിൽ അന്ന നിന്നാലും എന്റെ അന്നയെ ഞാൻ തിരിച്ചറിയും. അവളെ ഞാൻ രക്ഷിക്കും, അവളെ ഞാൻ സ്വന്തമാക്കും. വീട് ഫോർ ഈച്ച് അല്ല അന്ന. പോടോ. അയ്യോ പ്രീതമിനെ താഴ്ന്നു വിളിക്കുന്നത് എന്തിനാ അന്ന? ഉള്ളിൽ സ്നേഹം വെച്ചോണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നോക്കിയേ, ഞങ്ങൾ ഒന്നായി അലിഞ്ഞു ചേരാൻ പോകുന്നവരാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. നിങ്ങൾ കാണുന്നില്ല ഇയാള് കാണിക്കുന്ന കോപ്രായം? നോക്കി നിൽക്കും ആമ്പിളാരെന്ന് പറഞ്ഞ. ഇതാണ് അസൂയ. ഈ സുന്ദരിക്ക് ഈ സുന്ദരനെ പ്രേമിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നോ ചാൻസ്. ഈ ചാൾസ് അന്നയ്ക്ക് മാത്രമുള്ളതാണ്. ഫോട്ടോ എടുത്തോളൂ. ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുക്കാൻ വന്ന അത്രയ്ക്ക് ഷൈൻ ചെയ്യണ്ട. അതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് അനിയൻ പോരാ. അവരോട് പറയണ്ടേ നമ്മൾ ഒന്നാണെന്ന്? അന്ന പറയോ, അന്നയ്ക്ക് ഇവനോട് സ്നേഹമുണ്ടോ? തുറന്ന് പറയൂ അന്ന. അടിക്കില്ല. അന്നയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ചാൾസ് ജീവൻ പോലും കളയാൻ തയ്യാറാണ്. ഈ മഹാത്മാഗാന്ധിയാ? അല്ലടാ, പ്രേമകാന്തി. അന്നയുടെ പ്രേമം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രേമകാന്തി. പക്ഷെ അന്ന ഐ ലവ് യു ചാൾസ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നിന്റെ ഒന്ന് പൊടി പോലെ കൊള്ളയിലോട്ട് ശോഭരാജ്, ഈ പ്രണയ സംഘടനത്തിൽ ഞാൻ മരിച്ചുപോയാൽ നീ എനിക്കൊരു പ്രണയ കുടീരം പണിയണം. ഷാജഹാൻ മുംതാസിന് വേണ്ടി
താജ്മഹൽ പണിത പോലെ ഈ ചാൾസിന് വേണ്ടി നീ ഒരു അന്നാമഹൽ പണിയണം. ഇനിയെങ്കിലും പറയല്ലേ, അന്നക്ക് എന്നെ ഇഷ്ടം പറയേ, ഒന്ന് പറയേ പ്ലീസ്. ഞാൻ നോക്കിയേ, അന്നെ മൗനമാണ്, മൗന സമ്മതം ഇനി കാണിച്ചു തരാം. ആരാ ചാൾസ്? ഇവരെന്നെ പൊക്കി ഓടി വേണ, ഇവരെ ഞാൻ സ്പ്രേ ആക്കും, പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ. അയ്യോ വാട്ടുപൊട്ടി. എന്താ ഇവിടെ ചന്തയോ? ഞാൻ അപ്പഴേ പറഞ്ഞ ക്യാൻറ്റീൻ ലീസിന് കൊടുക്കണ്ട. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അത് രസമല്ല, മോര്. ഈശോയെ കഷ്ടപ്പെട്ടത് വെറുതെ ആവല്ലേ. അന്ന വെറുതെ ആയിപ്പോയി. ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ. എന്താ അച്ചുകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കവര്. ഈശ്വര, ആ പ്ലാന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തരം വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവംപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല, വലിയ ചെലവാ. നീലക്കെമ്മിൻസ്കേലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങൻ അടിവെറ്റ താഴെയുള്ള മറമ്പത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നേരെ കൂടെ കൂടി പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നോ എച്ചിക്കട്ടച്ചുതാ. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത് അതൊരു കൂട്ടുകൃഷിയായിരുന്നില്ല. തപ്പി എടുക്കണോ എവിടെന്ന് വെച്ചാ? മാംഗ്ലൂര് മൈസൂർ എവിടെ വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂവാണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ, വീണു വീഴണം. അച്ചോ ഇത് തന്നെ മുണ്ടൂരിൽ നിന്ന് മാറ്റതാണ്. ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ താനേ അവരുള്ള ഇരുക്കാറ് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. ஐயா முண்டூர்ந்து மாஷ் வந்திருக்கு. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்காரு. ஆமா, நீங்க உன்னிയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം.
നീങ്ക ഞാൻ അച്ഛനാണ്. അല്ല ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെ ഉണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. കൊഞ്ചം തള്ളുങ്ക സാർ, എന്തൊക്കെ കൊഞ്ചം തള്ളുങ്ക സാർ. ഭാസ്കര, അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ. നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ട. എവിടെ? ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടതേ. നിങ്ങൾക്ക് അത് മുണ്ടിലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അച്ഛാ, അച്ഛാ, ഇതാരാ അച്ഛാ? അയ്യോ അച്ഛാ, ദേ കണ്ടോ പച്ച കുത്തിയത്? അച്ഛാ, പച്ച. ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കാൻ ഒരു വീഡിയോ എത്തിക്കാൻ. സിഗരറ്റ് നിന്റെ എല്ലുണ്ടോടാ? കത്തിയുണ്ട്, കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ, ദൈവമേ, മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻ കുട്ടി ആളാകെ മാറി. കയ്യത്തെ തമാശ, ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നിങ്ങളുടെ കല്യാണമല്ലോ. ഭക്ഷണവും താമസ സൗകര്യമൊക്കെ തരികയാണെങ്കിൽ 1 വർഷത്തെ വാടക ഇനത്തിൽ വേണമെങ്കിൽ ആ പൈസ തട്ടിക്കിഴിക്കാം. അതിനു മുമ്പ് നിന്നെ ഞാൻ തട്ടുപടാ തോട്ടണ്ടി. കർത്താവേ, കടുവെ പിടിച്ച കിടുവേ, ഇയാളെ കാണാനില്ലല്ലോ.
ഇനി ആള് പുറവശം വഴി പോയാവോ? എക്സ്ക്യൂസ് മീ സാർ, അകത്തേക്ക് ഒരു തെണ്ടി പോയിരുന്നു, പുറത്തേക്ക് കണ്ടില്ല. ആ തെറ്റ് ഞാൻ തന്നെ ആളുടെ മൈൻമണ്ട. ഇതെന്ത് വേഷം? താനെന്താ മജിസ്ട്രേറ്റ് വിളിക്ക് പോകണോ? അല്ല, മൈസൂരിന്റെ പിണ്ടം പാവനാശിനി ഒഴുക്കാൻ പോകുന്നു. ഏത് വളക്കുഴി പോയാലും 1 മണിക്കൂറിനും തന്റെ കാശ് മാറ്റി ഞാൻ തിരിച്ചു വരും. അതുവരെ ഞാനിവിടെ കാത്തിരിക്കും. കാശുമായിട്ട് വന്നില്ലെങ്കിൽ എന്റെ കാശ് പോയി. अरे भाई, अकाल तख्त में क्या हुआ है? क्या वो स्थल में विजिट करने के लिए चाहता हूँ, चलता है. अच्छा जातू, परंतु भाई मैं इधर बैठता हूँ. बैठो बैठो. चोर 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 का കഴിച്ചതാ भाई. अरे मेरा ब्रीफकेस किधर है? मेरा ब्रीफकेस है. तुम्हारा ब्रीफकेस? ब्रीफकेस കൊണ്ടുപോയി है, कलम കൊണ്ടുപോയി है. चल चल ओड पुलिस स्टेशन में कंप्लेंट करो. अरे पुलिस स्टेशन किधर है? वहाँ है. पुलिस स्टेशन यहाँ है. चलो 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 चलो. अरे कष्ट, ओ भाई पुलिस को कुछ करेंसी गिव है, हेल्प करता है पुलिस. अच्छा पुलिस. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ തന്നെ. അതിരിക്കട്ടെ, താൻ ഈ പെട്ടിപ്പണി എവിടുന്ന് പഠിച്ചു? എടോ, തന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ മനസ്സിലായി. എന്നെ മാത്രമല്ല, എന്റെ തന്തയെ വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന്. അതെ, ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ല. ആ പഞ്ചാബി തിരിച്ചു വരും, കുടുങ്ങും. താൻ ആ പെട്ടി എടുക്കും. തൊട്ടുപോരുത്, ഇത് എന്റെ പെട്ടിയാ. തന്റെ പെട്ടിയോ? എടോ ഫ്രോഡെ, താൻ എന്നോട് കളിക്കരുത്. ഈ ചാൾസ് ആരാന്നത് എനിക്ക് അറിയില്ല. നമസ്കരിക്കുന്നു. എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം. താൻ ആദ്യം എനിക്ക് തരാനുള്ള കാശ് എടുക്കണോ? എന്തിന് കാശ്? ഈ സാമ്രാജ്യം തന്നെ തിറഴി തരാൻ പോവല്ലേ? ഏത് സാമ്രാജ്യം? ഈ മോഷണ സാമ്രാജ്യം. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ഫ്രോഡ് രണ്ടാമൻ. ഈ ഇട്ടാവട്ടം കൊടൈക്കനാലിൽ 2 രാജാക്കന്മാർ ആവശ്യമില്ല. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ ഇതാ ഒഴിയാൻ പോവാണ്. തരാനുള്ള കാശ് അതിന്റെ പകുതിയായിട്ട് കൂട്ടിക്കോ. പക്ഷേ ഈ പെട്ടി എന്റെ ഇരിക്കും. ഇയാളാള് കൊള്ളാലോ. പെട്ടി എങ്കിൽ പെട്ടി. ഇനി ഇത് വച്ചൊരു കളി കളിക്കാം. എല്ലാവരും ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് അച്ചടക്കത്തോടെ നിൽക്കുക. ആമേൻ. ഈശോ വിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഏതിടവകയിലെയാ? ഞാൻ ഫാദർ തോമസ് കൂട്ടത്തി ചവിട്ടി മൂലമറ്റത്താ. അതായത് തൊടുപുഴ കഴിഞ്ഞ്. ഈ കുട്ടികളുമായി എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് വേളാങ്കണ്ണി വരെ പോവാ. ലക്ഷറി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്തും. ഈ അൽഫോൺസാമ്മ പോയോ സിസ്റ്റർ? ഇല്ല, സിസ്റ്ററിന് നല്ല സുഖമില്ല, മഠത്തിലുണ്ട്. സിസ്റ്ററിനെ അറിയൂ? ഞാൻ അൽഫോൺസാമ്മ ബസ് പോയെന്നാ ചോദിച്ചത്. ബസ് എത്തി, ഞങ്ങൾ വരട്ടെ അച്ചോ. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കയറിക്കൊള്ളുവിൻ. കർത്താവേ, ഈ യാത്ര ശുഭമാക്കി തരയണമേ. കയറിക്കോളൂ കയറിക്കോളൂ. എന്റെ പെട്ടി മത, എന്റെ പെട്ടി കാണുന്നില്ല. ഇവിടെ പോയി. പെട്ടി അത് ഈ ഇടയന്റെ പെട്ടിയാണ്. അയ്യോ കുഞ്ഞാണികൾ എല്ലാരും ഇറങ്ങുവിൻ. ഇവിടെ കുട്ടിയുടെ പെട്ടി മോഷണം പോയി. നമുക്ക് ഒരുമിച്ച് തിരയാം. വാ നോക്ക്. അറിയാതെ ആരെങ്കിലും ഈ കുഞ്ഞാടിന്റെ പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ തിരിച്ചു കൊടുപ്പാൻ നാം അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയില് ഇതേ ബസ് സ്റ്റോപ്പില്, ഇതേ വേളയില്, ഇതേ അവസരത്തില്, ഇതേ സന്ദർഭത്തില് എന്റെ പെട്ടിയും ഒരു യുദാസിനാൽ കവർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അതാ നല്ലത്. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോളൂ. അപ്പൊ വേളാങ്കണ്ണി പോണില്ലേ മദർ? ഈ കുഞ്ഞാടിന്റെ പെട്ടി കിട്ടാതെങ്ങനാ? നമുക്ക് ഇനി ഒരിക്കൽ പോകാം. എന്നാലും എന്റെ മാതാവേ, നിന്നെ കാണാൻ നനച്ചിറങ്ങിയിട്ട് ഒരു കള്ളം കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ എത്തേണ്ടിയിരിക്കുന്നത്. പിതാവിന്റെ കൃപ. ദേ കള്ളന്റെ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും അവരിങ്ങെത്തി. ആരാ? അച്ഛോ പോകരുത്, ഞങ്ങൾക്ക് ഇവിടെ ആരും തുണയില്ല. സ്റ്റേഷൻ വരെ വരാൻ ദയവുണ്ടാകണം. ഈശോ എത്തി. എന്നാ സിസ്റ്റർ പ്രോബ്ലം? ഈ കുട്ടിയുടെ ബാഗ് ആരാണ്ട് മോഷ്ടിച്ചു. അപ്പടിയാ? ഞാൻ ഇങ്ങ ഇരിക്കുമ്പോൾ അന്ത മാതിരി ഒരു തിരണെങ്കിൽ യാർ. ഞാനും കണ്ടതാണ് സാർ. ഞാൻ ഈ സിസ്റ്ററോട് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഏതോ ബറാബാസ് ആ പെട്ടി കൈക്കലാക്കി. സാർ, அந்த பச்சை பெட்டி பொக்கி பாருங்க, அப்ப விஷயம் தெரியும். சார், அந்த பெட்டி இந்த பெட்டிக்குள்ள இருக்கு. என்னது என்னது? இந்த ட்ரிக் பாருங்க சார். സാർ, അടിയില്ലാത്ത പെട്ടിയുമായി പെട്ടികൾ അടിക്കാൻ നടക്കുന്ന ഇവൻ അടി കൊടുക്കണം സാർ. ഞാൻ അറിയാണ്ട് പെട്ടി വന്നു.
അയ്യോ കണ്ണും ചെവി പൊത്തിക്കോളിയും കുഞ്ഞാടുകളെ, ഇത് പള്ളിയല്ല പോലീസ് സ്റ്റേഷനാ. തെറ്റിദ്ധരിക്കണ്ട, CI സാറ് പേര് പറഞ്ഞതാ. കോട്ടവാസൽ മഹാലിംഗം എന്നാണ് പേര്. പാലക്കാട്ടുകാരനാ. ഇപ്പൊ തമിഴ്നാട്ടുകാരനാ. 2 പ്രാവശ്യം വീരപ്പനെ പിടിക്കാൻ കാട്ടിപ്പോയതാ. വീരപ്പൻ സാറിനെ കണ്ടത് മുങ്ങിക്കളഞ്ഞു. ഇനി ഇയാള് തന്നെയാണോ വീരപ്പൻ? കണ്ടിട്ടതുപോലെ തന്നെ ഉണ്ട്. ഓമ്പേരി റാസ്കൽ, പരിശുദ്ധമായ പിതാവിന്റെ ഉടുപ്പ് ഇട്ടോണ്ട് തിരുട്ട് വേല പണ്ടതാ. പേര് തോമസ് കൂട്ടത്തിൽ ചവിട്ടി. കൂട്ടത്തിൽ ചവിട്ടിയേ ഞാനൊന്ന് എന്ത് ആമേൻ. ഇവന്റെ ലൂരി ഞാനൊന്ന് ഉപ്പ് വെക്കും. അയാൾ ഇപ്രാവശ്യത്തേക്ക് വെറുതെ വിട്ടേക്കണം സാർ. നിങ്ങൾ പറയും പോലെ വിടാനും പിടിക്കാനും വേറെ ആളെ നോക്കണം. ആരുടെ പെട്ടിയാ ഇവൻ അടിച്ചു മാറ്റിയത്? എന്റെയാ. പേരും അഡ്രസ്സും പറഞ്ഞു കൊടുക്ക്. അന്ന, ഫസ്റ്റ് BA, സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അപ്പുറത്ത് തന്നെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്ത് പോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. സദ്ഗുണ സമ്പന്ന ഇങ്ങോട്ട് വന്നേ. ഇതുകൊണ്ടാണ് പോലീസുകാർക്ക് സാക്ഷികളെ കിട്ടാത്തത്. ഒരു പെരുങ്കള്ളനെ പിടിച്ച് കൈ തന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ എനിക്കിട്ട് 2 പെരുക്കും പെരുക്കി ഈ ലോക്കപ്പിനകത്ത് തള്ളി. ഇതെവിടുത്തെ ന്യായമാണ് സാർ? അന്നി ആക്കായിട്ടല്ല, ഇടിയായിട്ടാ. ഇനിയും വേണോ? ഇതിനു മുമ്പ് തന്ന ടൈപ്പ് ആണെങ്കിൽ വേണ്ട. ഓക്കേ, പെട്ടിക്കുള്ള പെട്ടി വെച്ച തിരുട്ട് വേല നിനക്ക് ആര് പറഞ്ഞു തന്നു? ഹരിചന്ദ്രൻ മാതിരി ഒരു നല്ല മനിതൻ. ആനാ இந்த ഫ്രാഡ് എനിക്ക് നല്ല തെരിയും. ഇവന്റെ താടി 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 പറയണോ? പഠിച്ചു കൊടുത്തോണ്ടിരുന്നവനാണ് സാർ ഞാൻ. അപ്പൊ നീ ബാർബറാ? ആമാ സാർ, ഞങ്ങ പരമ്പരയാ ബാർബറിയൻ ഫാമിലി. കള്ളന് താടി പഠിക്കുന്നവൻ പെരുങ്കള്ളനാ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പം മന്ത്രിയുടെ താടി പഠിക്കുന്നവൻ പ്രധാനമന്ത്രിയാ? രണ്ടിനി ജാമ്യമില്ലാതെ അവതരണതാ. കന്യാശ്രമയെയും കുട്ടികളെയും മാനിച്ച് ഇപ്പൊ വെറുതെ വിടുന്നു. ഇന്ന് നിന്റെ അന്ത്യ. എന്താടാ പോവാത്തെ? സാർ, ഇവിടെ തെളിയാതെ കിടക്കുന്ന കേസുകൾ വല്ലതുകൊണ്ട് എന്റെ തലയെ കെട്ടിവെച്ചിട്ട് 2-3 ദിവസം എന്നെ ഈ ലാക്കപ്പിൽ തള്ളണം സാർ. ലോക്കപ്പിന് അപ്പാവകയോ ഉള്ള തളർത്തുക്ക്. എന്നാൽ എനിക്ക് സെക്യൂരിറ്റി തരൂ സാർ, അല്ലെങ്കിൽ തോക്കെങ്കിലും താ. ഉനക്ക് സെക്യൂരിറ്റിയാ? ഓടാ. സ്റ്റോപ്പ്. അപ്പോ இல்ல சார், உங்க மனசுல என்னமோ இருக்கு. മനസ്സിൽ ഇത് താനിരിക്കടാ. പോറേ. ഓ നല്ല ഗീച്ചാരൻ. अस्सलाम अलैकुम. Mr. Bush. ما في حالاتي خمرة قلبتي كخونة مراتي كتير ماتي يفول فما هاي فما بيتر سيت سنتر يلفت كلافي إنديان إيرلاينز فلايت أديشن جاك برشلونة. أخمر بدمك شكل الصغرى يلي كل خمرين. أخمر بدمك مقالون أنا من رجال عمت باو. أفغانستان طالبان على كل تصور بقول كتات طورا برا هيلز نرد بورا. ما في يلا تفهم يشوف اللي بردي كي بفاز بترمي بعد بوم بدل أفغانستان دعوة دفاعي بيرتير بعده. ما في حالاتي مشكلتي ما مشكلة في ما بس فتوى على بدي ما بدي وراها. عندك في هذا الهم بيبر بدل في ما بتصفى. ما في بوش. ओ तारा भी जल्दी कौन बलवत्ता कापल मयतो. Oh Lord, this lad doesn't know what he's doing. Don't forgive him. കണ്ണു തുറക്കല്ലേ? അമ്മയാ കണി കാണണ്ടേ? ഇന്ന് വിഷു അല്ലേ?
പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ആരത്? നേരെ പോ നീ പെങ്ങയാ? ഇങ്ങോട്ട് ഇടത്തോട്ട്. ആ ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്ത ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണനെ നോക്കടാ. കൃഷ്ണ നല്ല വീഴ്ത്തണേ. മാധവോ, സുഗുണനോ? ഇന്ന് വിഷുവാണ്, കുരുത്തക്കടിനൊന്നും പോരുത്. കൈനീട്ടോ, കാശൊന്നും ഇല്ലേ? അമ്മേ, അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന്. ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിത് എടുത്തോണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ. എങ്ങനെയുണ്ടായിരുന്നടാ വരവ്? വരണ വഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ്, ആ പണ്ടാരപ്പട്ടി എന്നെ ഓടിച്ചിടും. പിള്ളേച്ചനെ കണി കാണിച്ചാ? പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ്. കൈനീട്ടുണ്ടെങ്കിൽ 1 രൂപ വരും. നക്കിയാണ് പരം നക്കി, അയാൾക്ക് കണിയും കിണിയൊന്നും വേണ്ട. എടാ, 1 രൂപ കൈനീട്ടം തരുന്നവനെ 50 പൈസ കൊണ്ട് ഉണർത്തണം, എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം. ആരാടാ പടക്കം പൊട്ടിച്ചേ? അയ്യോ ചന്തി, 1 2 3 4 5. അയ്യേ, എന്റെ 5 വർഷം അയ്യോ പടകൊണ്ടാരം പോലെ കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇതും കൂടെ ഓടാൻ ഞാൻ കേരട്ടാ, എനിക്ക് ബിസി ഉണ്ട്. എടാ, ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ. അയ്യോ, പെട്ട തള്ള പൊറുക്കുകയല്ലേ. ഓ, നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ, അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. അയ്യോ, എന്റെ ശബരിമല മുരുക. അയ്യോ, ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ, സീരിയസ് ആണ്. അയ്യോ, ഓ, എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ, ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ, മോർണിംഗ് സാർ. കുളിയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ, കോർപ്പറേഷൻ യെസ്, കക്കൂസൊക്കെ ക്ലീൻ ആയി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ, നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ, സോറി, കക്കൂസ് മാറി. അല്ല, ആള് മാറി. പ്രാക്ടീസ് മുടക്കുക, പ്രാക്ടീസ് മുടക്കരുത്. എനിക്ക് അവളെ വലിയ ഇഷ്ടാടാ. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? എന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്തു പറ്റി സാർ? കാറെടുത്ത് മാറ്റണം, ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. കുപ്പി ലോറി കൊണ്ട് വരാൻ ചെന്ന് ഭാഗ്യം. നിങ്ങളൊക്കെ വിചാരിച്ചു കാണും ഞാനിത് വായിച്ചു എന്ന്. വായിച്ചില്ല. മനഃപൂർവ്വമല്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. എന്നിട്ടും കാര്യമായി നോക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഇതുപോലെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാ ഞാൻ എന്റെ മോളെ 10-15 കൊല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പോക്കൃത്തരമല്ലേ സുന്ദരേശ? ഞാൻ രാധാമണിയുടെ ഭർത്താവാണ്. അവളെ ജോലിക്കൂടെ എനിക്ക് സമ്മതമല്ല. സമ്മതിക്കണം. എടാ കൊച്ചനെ, പഠിക്കാൻ വിട്ട സമയത്ത് നീയൊക്കെ കണ്ടവന്റെ തേങ്ങ പിരിച്ചു. മാങ്ങ മാങ്ങ. അതെ, മാങ്ങ എറിഞ്ഞു മുദ്രാവാക്യം വിളിച്ച് നടന്നു. എന്റെ മോള് പഠിച്ചു, അവക്ക് ജോലിയും കിട്ടി. അതിലെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതെ, രാധാമണി ജോലിക്ക് പോണമെന്നാ എന്റെ അഭിപ്രായം. ഇത്രയും ദൂരെ ആയതുകൊണ്ടാ അവൻ പറ്റില്ല എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ട്രാൻസ്ഫർ വാങ്ങാന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിലെ പോസ്റ്റിങ്ങിന് ട്രാൻസ്ഫറും ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സുന്ദരേശനെ പോലെയാണ്. 10 അക്ഷരം പഠിച്ചോളേ, കാശുണ്ടാക്കട്ടെ. വേണ്ട, എനിക്ക് കാശ് വേണ്ട. ചെലവിന് തരാൻ വേണ്ടിട്ടല്ല ഞാനിവിടെ കല്യാണം കഴിച്ചത്. എനിക്ക് വെച്ചു വിളമ്പി തരാനും എന്റെ കുട്ടികളെ നോക്കാനുമാ. കുട്ടികളെ നീ അനാഥാലയത്തിലാക്ക്, പിന്നെ വെച്ചു വിളമ്പി തരാൻ നെടുങ്കണ്ടൂർ പിഷാരടി വിളിച്ചാൽ മതി. അസല് പാചകം. അത് നിങ്ങളുടെ 16 തിരുത്തി വിളിച്ചാൽ സുന്ദര, അച്ഛൻ പറയുന്നേക്ക് മോളെ, ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോ വേണേലും ചത്തുപോകുന്ന ഒരു സാധനമാ. അതുകൊണ്ട് കിട്ടിയ ജോലി നീ കളയരുത്. മഹാലക്ഷ്മിയാ, മഹാലക്ഷ്മി. എഴുതേക്ക്. ഇനി ഇവിടെ മുഴുവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല.
എല്ലാരും കൂടെ എങ്ങോട്ടാ? ജയിലിലേക്ക്. വേണ്ട വേണ്ട, ആരും വരണ്ട. കോടതി പറഞ്ഞ കേട്ടില്ലേ? ആപൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിലെത്തിക്കുവാനും ഈ രുദ്രമിള്ളക്ക് കഴിയും. 2 കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ്. ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ. ആരും എന്നെ തടയരുത്. ശരി, നീ മുൻ സീറ്റ്. ഓ. അപ്പൊ ഞാനോ? നീയും കയറാ. പോട്ടെ. ഇങ്ങോട്ട് ഇറങ്ങ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടോ. എന്താ കാര്യം പറ. അതൊക്കെ ഇറങ്ങിയിട്ട് പറയാം. എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. താക്കോലിങ്ങനെ. താക്കോലും തരത്തില്ല. താക്കോലിങ്ങ അത് പറ്റത്തില്ല. താക്കോലി തുടങ്ങും. ഈ ജീപ്പ് എന്റെ സ്വന്തം വകയല്ലോ, ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ. അതാർക്കും ഓടിക്കാം. പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് വല്ല കൊലപാതകമോ ബലാത്സംഗമോ മോഷണമോ നല്ലതോ നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചേരെ. ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രൊമോഷൻ കിട്ടണേ പണി കിടക്കണോടോ. നടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്നും പറഞ്ഞു കള്ളന്മാരെ കൊണ്ട് പറയിച്ചു. ആദ്യമായി 2 എലുമ്പന്മാരെ കൈ കിട്ടേണ്ട അഹംഭാവ കിളവന്. കൈ കിട്ടിയത് വീരപ്പൻ എന്നാ വിചാരം. സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. നല്ല മണിക്കകത്ത് ഡ്രൈവർ കയറിയതാ. അയാളെ പിടിച്ച് പുറത്താക്കിട്ട് ഇപ്പൊ ചായ ഉണ്ടെങ്കിൽ കഴിക്കേണ്ട സമയായി. മര്യാദക്ക് ഞങ്ങളെ ജയിലിലെത്തിച്ചില്ലെങ്കിണ്ടല്ലോ വിവരം അറിയും കേട്ടാ. ആര്? ഞങ്ങളറിയും. ജീപ്പ് ഓടിച്ചിട്ട് കുറെ കാലമായി. ഇതിനു മുമ്പ് പ്ലെയിൻ പറപ്പിക്കലായിരുന്നല്ലോ. അതെ, വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും. ഇതിന് ശരിയാവത്തില്ല. ക്രൈം ഷാഫ്റ്റ് അതെന്തുവാ? അതായത് വണ്ടിയുടെ പാർട്ട് ഓഫ് ദ ഹാർട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാം. അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടി എന്നല്ല തീവണ്ടി പോലും റോട്ടി കിടന്നോടൂല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയൊന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തില് ഈ തോർത്തിങ്ങനെ ഇട്ട് ഞെക്കി മുറുക്കി അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കയിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അഴിച്ചു മാറ്റി പാർട്സ് ആക്കി ചൂടപ്പം പോലെ വിളിക്കുന്ന ഞങ്ങൾക്ക് പുല്ല് വർത്തമാനം പറഞ്ഞു നിൽക്കാതെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും, എന്റെ പ്രൊമോഷൻ പോകൂടാ. അയ്യോ, സാറിന്റെ പ്രൊമോഷൻ പോകും. ഇതാ പറയുന്നത്, ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നുവന്ന്. ഇട്ടവൻ തന്നെ അഴിക്കുന്നു. ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടല്ലോ. എന്താ വണ്ടിയുടെ സ്പീക്കർ കാണാനല്ല? എന്റെ ഈശ്വര, എന്റെ സാറെ സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. സ്പീക്കർ ഞങ്ങളെ കാത്തല്ലോ. ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ? തലകത്തിട്ട് നമുക്കൊന്ന് തള്ളി നോക്കാം. കൊല്ലേ സാറോട് ഞാൻ തള്ളാം. നീ എന്നെ എങ്ങനെ ഇരുത്തണ്ട. എന്നാ ഞാനിരിക്കാം. സാറ് തള്ളു. സാർ തള്ളരുത്. ഞാൻ തള്ളും. തള്ളു. തള്ളരുതെന്നോ? പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം, മന്ത്രിയെ തള്ളണം, ജീപ്പും തള്ളണം. തള്ളി തള്ളി കണ്ണു തള്ളി. ഫുട്ബോളിൽ കാല് വെച്ച് തള്ളു. കാല് വെച്ചല്ലോ. ആ സ്റ്റെപ്പിനെ കൈപിടിച്ച് തള്ളു. ആ വെച്ചേ. ആ കേറിക്കോ. കേറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അയ്യോ, എന്റെ പ്രമോഷൻ. എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈല്? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ. അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിന് എങ്ങനെയുണ്ട് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. ഈശോ. താനിങ്ങി വേടോ. ജമ്പുകാരൻ താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ഇങ്ങനെ ഓടി വാ സാർ. കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിച്ച് വട്ടോടിച്ച് ആ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ കേറ്റ് കേറ്റ് കേറ്റ്. ആ തള്ളി കേറ്റ്. അയ്യോ വീണ്ടും ഉടക്കി. അയ്യോ
പുറത്തേക്ക് എടുക്ക്. ആ, ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. നിലത്ത് കിടത്ത് ചവിട്ടി ഊരാം. ഐഡിയ ഉണ്ട്. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ ക്യാൻറ്റീനിൽ കോടാലി ഉണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് പോലുമ്പോ പിടിക്കല്ലാരും ഒരു മാറിക്ക്. നീ എന്താടാ എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച കാറ്റടിച്ചപ്പോ ഒരു സുഖം. കരയാതിരിക്കേ. ആ സ്ഥലത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ദൈവം പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തിനെ പറയുള്ളൂ. ആ, 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ? ആ, മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളേച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വെടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യാ മാധവ, അത് എഴുതി തരൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തിറക്കണം. അതെന്റെ ഒരു മോഹം. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തിറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ, എന്നാ ചാടിക്കോ. മോനെ, ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ? ചാടിക്ക. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല, ആ 25 സെന്റ് 4ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. അമ്മോ, കണ്ടോ? ഇയാളാ തിരിയാത്ത പെരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കിലെ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തേൽ ഈ മകുടം. മരണം വരാതെ അവിടെ ഉണ്ടാകണേ ഈശ്വര. ഇതെന്ത് മറിമായോ? ഇവിടെ ഇവിടെ പകുതിയുള്ളൂ. പെടലിന്റെ അച്ഛൻ. ഓക്കെ, എന്നാ വിട്ടോ. 6000 ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടിച്ചെലവും. പിന്നെ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? ഒരു 100 കൂടെ ഞാൻ തരാം, അതുമേലെ മുറിക്കാം. 6000-ൽ 1 രൂപ കുറഞ്ഞ എനിക്ക് വേണ്ട.
എനിക്കുണ്ട് പണിക്കാരും ചെലവും കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച എന്തുട്ടത് ഒറ്റ വലമേ കെട്ടിക്കോണേ. പോടാ. അല്ല ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ, അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് പിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടം ഇറങ്ങി വിറ്റത് 1300. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച. അങ്ങോട്ട് കൊടുക്ക് പിള്ളച്ച, ഇങ്ങോട്ട് വാടാ. 5000 കൊടുക്കണോ 6000 കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല ഇത് പറിച്ചിട്ട് വേണ്ടേ പിള്ളച്ച എനിക്ക് വിത്തിറക്കാൻ? ആഹാ, നീയാണോ ഇവിടെ വിത്തിറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു? മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മളന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ, അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതൂ. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി 50 രൂപ കൂട്ടി തരാം. 50 രൂപ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക്. അതെ, 5600 മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ കാര്യം പറഞ്ഞല്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവലത്തോട്ടത്തിൽ പോയെന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാർ പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളേച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളേച്ചന് എന്ത് പറ്റി? തോട്ടത്തിന് പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ആര് മാധവനെ? അപ്പൊ കൂട്ടുകാരായി വെറുതെ കൂട്ടുകാരനോ? കൊല്ലി ഞാൻ. തീർത്ത് കൊടുക്കണം. അപ്പൊ കരാറ് കേട്ടെ. മാധവനെ കൊല്ലാൻ പോയാണ്. കണ്ണവാ, എന്താ എന്താ പ്രശ്നം? അവർ തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും, കാണാൻ വരുന്ന. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നോ. പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള. നമസ്കാരം. നമസ്കാരം. പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം, അല്ല പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ? ഇല്ല. ആ, അതാണ്. പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. പിള്ളേച്ചനെന്താ വെട്ടുകത്തിയൊക്കെ ആയിട്ട്? വെറുതെ. ഇതുകൊണ്ടിപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം. തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയായിട്ട് വെട്ട് പിള്ളേച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പിള്ളച്ചോ, ഇങ്ങോട്ട്. എന്താ മോനെ? ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്ക. ചൊറിയാം. താഴെ താഴെ താഴെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. എന്താ മാധവട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്ക്. ചേട്ടന്റെ അല്ല പെടലേ, ഇവിടെ എന്താ പ്രശ്നം? ആഹാ, നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. കറിയച്ചനുണ്ടോടോ? ആരാ? എന്താ കാര്യം? വേണ്ട. അല്ലേ ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? വാ വാ ഇരിക്കേ. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ ദയാ അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ? എന്റെ അമ്മയും പെങ്ങളെയും ഒന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ? എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ, ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും. ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം.
മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന് മേശപ്പുറത്ത് വെക്കാനോ? അതല്ല, ദുബായ് നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. ആഹാ. എത്തിയാലുടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക് ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറ. കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ, ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ആ. Waste. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്തു നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കി ഒരു 6 മാസത്തിനകം. സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്മ നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. കൊള്ളിയാനെ 2 പഞ്ചർ. ആണിപ്പഞ്ചറോ സൂചി പഞ്ചറോ? ആണിപ്പഞ്ചറോ? അതെന്താ? എടാ, ആണിപ്പഞ്ചർ എന്ന് പറഞ്ഞാൽ 100 മില്ലി, സൂചി പഞ്ചർ എന്ന് പറഞ്ഞാൽ 50 മില്ലി. ആഹാ, എന്നൊരു സൂചി ആണിന്താ? ഓഹോ. വേറെ വീശിട്ട് പോ. രണ്ടാണിപ്പഞ്ചർ. അയ്യോ, ആണി കൊള്ളണ്ട. സൊല്യൂഷൻ വേണ്ടേ? ആ, നാരങ്ങ മാങ്ങ രണ്ടും ഉണ്ട്. നാരങ്ങ മതി. ആ ചാൾസ് ചെറ്റ ഇതുവഴി എങ്ങാനും വന്നോ? ആര്? നമ്മുടെ പുതിയ കായകളെ കൊച്ചുണ്ണിയാ? ഇല്ലല്ലോ. ആ തലതിരിഞ്ഞവനെ ഈ നാട്ടിൽ നിന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പെട്ടി പൂട്ടും. എന്ത് പറ്റി? അണ്ണന്റെ പെട്ടി അവൻ പൂട്ടിയാ? എന്നെ പൂട്ടാനോ? അതിന് ഇത്തിക്കര പക്കി 2ാം ജന്മം ജനിക്കണം. ഈ കുടക്കനാലിൽ ഇനിയൊരു തിരടന് സ്ഥാനമില്ല. അതിന് പറ്റിയ പണി ഞാൻ ഇന്ന് ഇറക്കി. പോലീസിൽ എനിക്കുള്ള ഹോൾഡ് എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. ദേ, അവനിനി എന്നെ കണ്ടാ വിറയ്ക്കും. വിറയ്ക്കോ വിറപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷേ ഇനി പോലീസ് വേഷം കെട്ടാനേ എന്നെ കിട്ടത്തില്ല. നീ ഓടാ എഴുന്നേറ്റ്. പോലീസും പട്രോളും ശോഭരാജന് ഗ്രാസാടാ. നീ ഒരു സൂചി വിടുതാ. അളവിൽ കുറച്ചാ കൊന്നുകളിൽ നിന്ന്. ഇനി ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ആ തെണ്ടിയെ വഴിയിലെങ്ങാനും കണ്ടാ പിടിച്ച് 2 പൊത്തു കൊത്തണം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ ശോഭരായന്റെ തനിനിറം എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്റെ ഒരു ചെറുവിരൽ പോലും ഇല്ലാത്ത അശു. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. എന്നാൽ ആ രക്തം ഞാൻ ഇന്ന് പുറത്തൊഴുക്കും ചേട്ടാ. അടയ്ക്കാതെ ഒഴുക്കനിയാ. ഞാനാണ് പാലാ പൗലോസ്. ഈ ലോകത്ത് മലയാളിമാര് മാത്രം പോരാ, പിച്ചക്കാരൻ വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാരൻ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ ചിക്കൻ സിസ്റ്റം സ്കോച്ച് വിസ്കിൻ കഴുകി പൗലോസിന് തരും. എത്ര വേണമെങ്കിലും പോയിക്കോ. തലയ്ക്കും മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ആരാ ഭൂമിയിലൊന്ന് വീണത്? മനുഷ്യപുത്രനാണ്. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ, കൊലയാളി. കൊലയാളി എന്നെ കൊല്ലല്ലേ. നീ എന്തിനാ രാവിലെ ഫിറ്റാ എന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റ് അല്ല സാർ, ഗൈഡാ. ഗൈഡാ? നീ വളഞ്ഞു തിരിഞ്ഞ കാലം വെച്ച് നീ എന്തും ഗൈഡുക. എന്താ സാർ? അല്ല, നീ വടി എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റി? അതൊരു കഥയാണ്. ഈ വടി കയറ്റിയതാ? വടി കയറ്റിയതല്ല. പിന്നെ എന്റെ ജീവിതം. അമ്മയും ഞാനും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാറ് പോയാ വേണ്ട. സാറിനറിയോ, എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല, ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡായിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിയിൽ നിന്ന് വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് അയാൾ സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സാർ. കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്തു ചാടി. എന്റെ കയ്യിൽ നിന്ന് പോയനെ. എന്റെ അമ്മയുടെ ഭാഗ്യം, ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി സാർ. അതെ സാർ, ഇന്നെന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ.
നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങൂലേ? ഉച്ചയ്ക്കുണ്ടായി ലണ്ടനിൽ ഇറങ്ങും. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാണ്. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്ക് 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാറ് സിംഹാലം കുറഞ്ഞാ? അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ. നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ. 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാവടാ. എനിത്തിങ് എൽസ് സാർ? എൽസിയാ? അല്ല സാർ, എന്തെങ്കിലും വേണോന്ന്. നീ ആരടാ? ഞാൻ പ്രഭു. അപ്പൊ ഞാൻ എന്താ പിച്ചക്കാരനാ? ഐ ആം ബിയർ പൗലോസ് ഫ്രം പാല. അണ്ടർസ്റ്റാൻഡ്? ഓ 5 ബോട്ടിൽ ബിയർ കൊണ്ടോ? പാഴ്സലാണോ സാർ? ആ പാർസൽ അമേരിക്കയിലേക്ക് പോയ ബിയർ കൊണ്ടോടാ ബേറെ. യെസ് സർ. യെസ്, ഡോക്ടർ രാമമൂർത്തി ഹിയർ. യാ, ന്യൂറോ സർജൻ. മാനു സ്പീക്കിംഗ്. ഫ്രം വേർ? താൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ. ഡോണ്ട് വറി. അതെ, L1 ആൻഡ് L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 ആൻഡ് D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രഷറൈസേഷൻ കൊണ്ട് അല്പം ഞണങ്ങി പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ ട്യൂബ് ആയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ ആം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല, പേഷ്യന്റിന്റെ വലത് കാല് മുറിച്ച് ഇടത് കാല് ഫിറ്റ്. ഓ, വലത് കാല് മരക്കാലാണല്ലേ. അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. എക്സ്ക്യൂസ് മീ, ഡു നോട്ട് ഡിസ്റ്റർബ്. ഡോക്ടർ ഫെർണാണ്ടസ്, ഒരു കാര്യം ചെയ്യൂ. രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് വരാം. കത്തിയും കൂടെ റെഡിയാക്കി വെക്കൂ. Don't call me again. You know, medical science is not general science. It is sciences with all senses, but sense is not the organ of everything. Okay? എനിക്ക് എന്താ വേണ്ടത്? You see, I am a busy man. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. Coming from America, going to America. But India is my country. കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. Come again another day. Yesterday, today, tomorrow. അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. I have no time. ഇപ്പൊ തന്നെ പല പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബിയറടിച്ച് കളയുന്ന കാശേ ഉള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നു പോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അത് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മാൻജൈറ്റിസ് എന്നൊരു മെനഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനം നിലനിർത്താനെങ്കിലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഓക്കെ. ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താൽ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. അത് താരം കാണാനില്ല. ഹലോ മൈ ഡിയർ പോർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പൗലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാതിൽ ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോ. ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ. ചാക്കോ സഞ്ജയോ അതെന്തോ ആട്ടെ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ല സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ബാക്കി എന്താ സാർ? അതല്ലടോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തിയെ. അതാരെ?
താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജനില്ലേ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയോ? ആ നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ വീണ്ടും മിടുക്കൻ. വെറുതെ അല്ല സത്യം, നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ നോ, ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. ആ. സീസൺ 113. 113? ആ come on, yeah. പോയാ 113. ഇവന്റെ രണ്ട് കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. ഐ സേ. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ, ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? ഹൈ, ഡോണ്ട് പ്ലേ ജോക്സ്. എനിക്ക് ഇയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം, അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ അതൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര ഓടാ കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ കിടക്ക്. കിടന്നു. പറ്റുന്നുണ്ട്. എന്താ ഓർക്കട്ടെ? എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ. സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 20,000 രൂപ തരുന്നു. പക്ഷെ ദേ ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടെന്ന് നോക്കാം. അതെ അതെ, അവന്റെ കാല് ശരിയായി. കാശിട്, പണമിട് 20,000 രൂപ. ഞാൻ കാശെടുത്തിട്ട് പോയി എടുത്തോണ്ട് വാ. എടാ പാട്ടി, സാർ. നോ, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്നാണ്. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ. പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവെന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഡോക്ടർ രാമമൂർത്തി, ഐ ആം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഹെൻറി. കൺട്രി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളന് കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തറന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്?
സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ചികിത്സ രക്ഷപ്പെടുമായിരുന്നില്ലേ? നിന്നെ വേദന അനുഭവിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ എം പ്രൈവറ്റ് ടിക്കറ്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് ടീം എന്നാണ്. അതിന് ഉത്തരവാദി നീയാണ്. പ്രൈവറ്റ് ഡോങ്കി എന്ന് വിളിക്കുന്നതാണ് ഏറെ ഭംഗി. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. പൂർ ബോയ്ക്കോ? എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. താങ്ക് യു. എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലും ഈ നക്കേട് തരില്ലേ. 25,000 അല്ല, അതിന്റെ 10 ഇരട്ടി തരാം. എന്നാ തന്നാട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജ്വാലി? പറയാ, ഇവിടെ സെന്റ് തെരേസസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അതേടോ? നല്ല shape ഉം. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാനിന്ന് പെട്ടിയടിച്ച് മാറ്റിയ പെണ്ണ് അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം. ആ പെണ്ണുമായിട്ടോ? പൗലോച്ചിന്റെ മകൾ അമ്മയാകാൻ പോകുന്നു. അയ്യോ സത്യമായിട്ട് അതെന്റെ കുഴപ്പം കൊണ്ടല്ല. അവൾ മണവാട്ടിയാകാൻ പോകുന്നു. കുഴപ്പം വല്ലതും സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടി ആക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. താങ്ങരുത്. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോച്ചിന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. നൊമ്പരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും അന്ന പിന്മാറുന്നില്ല. ഇനി എന്റെ ഐഡിയയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് വഴി അവളെ വളയ്ക്കുക. അവളെ അനുരാഗ വിവശയാക്കി സമനില തെറ്റിക്കണം. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ആകണ്ടേ, എനിക്ക് ഭർത്താവിന്റെ മണവാട്ടി ആയാ മതിയേ എന്ന് അവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രയ്ക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉടളങ്ങാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല. മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് സ്വർഗത്തിൽ പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം. അല്ല, 3 ലക്ഷം. അയ്യോ, എന്റെ പൊന്ന് ചാൾസേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ, നമുക്കൊന്ന് ഫൈറ്റ് നോക്കാവിടാ. ചാൾസേ, നീ വിചാരിച്ച മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്താന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കില്ല. ഞാനിവിടെ സ്മോളെ കടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. കാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളയ്ക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ആ ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന ഫസ്റ്റ് BA സെന്റ് തെരേസസ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ? എടാ നീ മിടുക്കനാണല്ലോ. ഒരു ടോക്കൺ കൊടുത്തേ. അതല്ലെന്ന്, കുറച്ച് രൂപ കൊടുത്തേ അഡ്വാൻസ്. കാശിന്റെ താങ്ക് യു അപ്പച്ചാ. കാശ് എന്നാ ഏത് തെണ്ടിയും കയറി അപ്പച്ചാന്ന് വിളിക്കോടാ. പട്ടി കഴിവുള്ള മോനെ. എന്തോ എന്താടാ അച്ഛാ? മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്ക പൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളാ? നിങ്ങൾ എന്താ 12 ഇവിടുത്തെ താമസക്കാര് മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാൻ ഇവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ട 100 വിളിക്കേ. ആ 100 ക്യാഷ് ആയിട്ട് തന്നാ മതി. പൈസക്ക് തിട്ടായിട്ടാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിച്ചന്റെ വീടാണടാ.
ഇതെന്ത് കരച്ചിലാടാ? ഞാനല്ല കോളിമല്ലി അറിഞ്ഞതാ. അതിന് നീ ചിരിക്കണ? ഇപ്പൊ കരഞ്ഞ ഞാനാ. തുറന്നോട്. സസ്പെൻഷനിലാണല്ലോ. അളിയനെന്താ ഈ പാതിരാത്രിയില്? അവന്റെ അളിയൻ എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിൽ ചാടി അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാ തെണ്ടി ജയിലിൽ ചാടിയത്. ചാതിയൻ ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ ആക്രാന്ത ഷേണായി. അല്ല അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ ഒരിക്കലും പ്രമോഷൻ ഉറപ്പാണോ? എങ്കിൽ ഞാൻ പറയില്ല. അളിയൻ അങ്ങനെ പ്രമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കില്ല. ആഹാ നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ പിടിക്കും. ഈ പീതാംബരന തൊരപ്പനെ പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിലിട്ട് ഇടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല. അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പിട്ടില്ലെങ്കിൽ കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഇതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞവറ സാറല്ലേ? ഇതാരാ ചന്ദ്രനീന്ന്? നിന്റെ അമ്മൂമ്മയുടെ നായര്. കുഞ്ഞവറ സാറ് അല്ല? സാറെന്ത് ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജനവാരം കഴിച്ചിട്ട്? അതെ, സാറിന്റെ പെട്ടിയോട്ടോ. വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും. ഇതാകുമ്പോ കവച്ചെന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ച് എന്ന രക്ഷയായി. എന്നതായാലും നല്ല എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിക്ക് എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേവരുടെ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഇത് ആരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ? എനിക്ക് പ്രിൻസിപ്പളിൽ നിന്ന് കാണണം. ലോങ് ലീവ് വിട്ടു വന്ന് നോക്കാൻ. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനടോ. മുട്ടി തൃശ്ശൂർ പൂര. എന്റെ വ്യാകുല മാതാവേ, എന്നെ ഇന്ന് കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ 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 ഭദ്രേ അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കോ. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാ. നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ. നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. ഒന്ന് അച്ചുകുട്ടീനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ? ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് കയറി നോക്കാനൊന്നും പറ്റില്ല. മോളെ, മര്യാദകേട് കാട്ടാൻ മടിയുള്ളോണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്ഛനൻകുട്ടി ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞോളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം പറ്റും. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും 2 ആൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തൊള്ളേ. See you. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. അളിയാ വണക്കം. കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ചെസ്റ്റിന് കാല്. അളിയാ, ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത.
ആരുടെ മേത്ത്? അല്ല സാർ, ബോംബെ മേത്ത. ബോംബെ മേത്തെ? അളിയാന്നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. അമൃത ഡിസ്ട്രിക്റ്റിലെ മേത്തയാണ് സംസാരിക്കേ. അതന്നെ സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതല്ലേ സാറിന് വെച്ചിട്ട്. എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ, ഞാൻ ഹിന്ദി ഫോണിൽ കൂടെ സംസാരിക്കില്ല. അതെന്താ? എനിക്കറിയില്ല. What nonsense this is? സംസാരിക്കേ. ഹലോ മേത്ത, ഗുഡ് മോർണിംഗ്. ടെൽ മീ. ഹലോ മേത്ത, കൃഷ്ണകുമാർ ഹിയർ. അളിയാ, ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിതിൽ പണി കൂടുന്ന തോന്നണേ. പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ, തെച്ചിക്കാട്ട അച്ഛൻകുട്ടി സാറല്ലേ? അതെ, അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ, പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല. അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആകുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. അളിയ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. എന്നെ വെറുതെ ഓടിക്കരുത്. കേൾക്കുന്ന ഈ കുള്ളൻ എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ല. എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി. കുറെ ഇയാൾ ഓടി. ഇങ്ങോട്ട് മാറിക്കേ. അകത്തെ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാ രുദ്രൻപിള്ള. ഏത് രുദ്രൻപിള്ള? അയ്യോ, കണ്ടശാങ്കടവ് സ്കൂളിൽ 3-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രൻപിള്ള. ഉച്ചക്കഞ്ഞി രുദ്രൻപിള്ള. ഓ, രുദ്രൻ, കഞ്ഞി രുദ്രൻ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗതികേടിലായിപ്പോയി. അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ്. പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ അന്നേ പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിനും തോക്കാതെ ചന്ദ്രഗുപ്ത മൗര്യൻ കിണർ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയാനോ മാഷുമാരെ തല്ലാനോ നടന്നിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു MLA ആവായിരുന്നു. എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാതിരുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ട് എന്ത് ഫലം? തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യണം. അതാണ് പോളിടെക്നിക്. അതേടോ രാഷ്ട്രീയം. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. താൻ ഇവിടെ എന്തിനു വന്നു? എന്റെ പണി പോയി. വളരെ ഉപകാരം. അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്കുക. ഇപ്പോഴാ പിടികിട്ടിയത്. എന്തിനു ഇവിടെ വെച്ച് പിടിച്ചത്? ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ? അതങ്ങനെ ഇലക്ഷന് 2 വോട്ടിന് ജയിച്ച് മന്ത്രിയായ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ. എന്താന്നറിയില്ല, കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നേ ഇല്ല. ഇവിടത്തെ എങ്ങനെയാ? ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ. ഞാൻ ടയോട്ടാണ്. എന്താ? ഞാൻ ടയോട്ടാണ്. ഞാൻ ക്ഷീണിതനാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും. ഇയാൾക്കൊരു മുറി കൊടുക്കും ഇവിടെ. അതെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയാനുണ്ട്. അതെ, ഓഫീസിൽ പോയിട്ട് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ഡൽഹിക്ക് അടിയന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓടാണ് എന്റെ മുറി. എന്റെ മുറി വെയിറ്റ് ചെയ്യണം. മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ചെല്ലാത്തോണ്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമോ? സംശയം ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരനും കയറില്ലേ? എക്സ്ക്യൂസ് മീ. നമ്മളിവിടെ ഉള്ള കാര്യം ഏത് തെണ്ടിയുടെ ഇയാളോട് പറഞ്ഞു? നീയാണോ? ഈ ഭൂതത്തിന് ഇവിടെ. മിസ്റ്റർ ഡാനിയൽ, ഇപ്പോഴാ കിട്ടിയത്. ഇത് മിസ്റ്റർ ഭദ്രൻപിള്ള. രുദ്രൻപിള്ള. സോറി, രുദ്രൻപിള്ള, പോലീസ് കോൺസ്റ്റബിളാ. അറിയാം. എങ്ങനെ അറിയാം? മുഖവും മീശയും കണ്ടാൽ അറിയാലോ സാർ ഒരു പോലീസുകാരനാണെന്ന്. 2 ദിവസത്തേക്ക് മിസ്റ്റർ രുദ്രൻപിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കുക. അയാള് സമ്മതിച്ചു. അത് വേണോ? സാറിന് ബുദ്ധിമുട്ടാവില്ലേ? അയ്യോ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ തറയിൽ കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ഇവിടെ നിന്നിരുന്നോട്ടെ. ഞങ്ങളെ കിടത്താതിരുന്നാ മതി. അയ്യോ, എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല. ഞാനേ കിടക്കുമ്പം നേരം വെളുക്കും. അല്ല, സാറന്മാരെ പരിചയപ്പെട്ടില്ലല്ലോ. അല്ല, KP നായർ, സീ ഫുഡ് എക്സ്പോർട്ടറാ. ഞാൻ പറഞ്ഞതാ ഡാനിയൽ MD. ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാ. എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ല സാറേ. ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസുകാരനാ. അതെന്താ മിസ്റ്റർ രുദ്രൻപിള്ളേ? 2 കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ. ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും. അവന്മാരെയും കൊണ്ട് രുദ്രൻപിള്ള ഇവിടുന്ന് മടങ്ങും. സാഹചര്യം മൂലം അതിന്റെ സമ്മർദ്ദം കൊണ്ട് കള്ളന്മാരായി പോയി 2 ചെറുപ്പക്കാർ
അവർക്ക് മാപ്പ് കൊടുത്തുകൂടാ മിസ്റ്റർ രുദ്രപിള്ള? മാപ്പ് കൊടുക്കാനോ? അല്ല രുദ്രപിള്ള മിസ്റ്റർ, ഇതിലും വരെ എത്ര എത്ര കേസുകൾ ഈ പോലീസുകാർ പണം വാങ്ങി തേച്ചു വാച്ചു കളയുന്നു. അങ്ങനെ ഒരു പോലീസുകാരനല്ല ഞാൻ. എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ, ഇപ്പൊ ജോലിയും പോകും. എന്നെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെട്ട ഉമാരെ വെറുതെ വിടില്ല ഞാൻ. പഴങ്കാന ഉമാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ ഇത് ക്ഷമിക്കണം, ഞാൻ സ്വപ്പം മോഷണലായി പോയി. സാരമില്ല രുദ്രപിള്ള, യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലേ, പോയൊന്ന് കുളിക്ക്, ഒന്ന് ബസ്സായിട്ട് വരും. ചൂടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ, നല്ല അസല് ചൂടുകളുണ്ട്. പോയി കുളിക്ക. എവിടെയാ കുളിമുറി? പോയിക്കോളൂ. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി, ഞാൻ വഹിക്കൊള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സാർ രഹസ്യം പറഞ്ഞത്? I am a sincere man, police, no? Keep it up, keep it up. പോയി കുളിച്ചോളൂ രുദ്രപിള്ള. You go, man. 1 minute, 2 minutes. ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. പോയിക്കോളൂ, പോയി കുളിക്കൂ മിസ്റ്റർ രുദ്രപിള്ള. Please take your bath. ഈശ്വര, ഇത് ഇയാളുടെ അവസാനത്തെ കുളി ആയിരിക്കണേ. അയ്യോ, എന്നെ ആൾമാരായിട്ട് എന്താ എന്ത് പറ്റി? എന്നെ കൊന്ന് അവനെ കൊല്ലണം, അല്ലെങ്കിൽ തന്നെ എന്താ പറ്റിയത് പറയൂ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ, എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രമൊക്കെ ഉണ്ടെന്ന കേൾവി. അവനിന്ന് വരൂന്ന് ഉറപ്പാണോ? മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് ഉറപ്പാ. അത് മുറുക്കി കെട്ടണേ. ഗോട്ടി. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ, കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ. പിള്ളേച്ച, ശവത്തെ കുത്തരുത്. ആ വീടുകളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. നിന്റെ മോൻ തിരിച്ചറിയണി പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ച് വെക്കണത്? ഒച്ചുണ്ടാക്കല്ലേ അമ്മച്ചേ. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. മാധവൻ നായരെങ്ങാൻ ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ, ആ ജീവനാന്തം വിലക്കുറപ്പാ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനു അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ 2 മുള വെച്ചിരിക്കുന്നത്? മോളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുയില്ലാതെ കിടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ 2 ഈർക്കിൽ വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയിലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ, തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്കേ. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷപാടാ എനിക്ക് ഒഴിച്ചെന്ന്? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചു തന്നാലും കാഴ്ച പോവോ? ചിലപ്പോ ലോനപ്പൻ ബാക്ക് വലിച്ചു. ഈ അച്ഛാ, ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ. കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. ഒന്നിങ്ങോട്ട് വരുവോ? പാവം ബ്രാൻഡിയെ സംശയിച്ചു. തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ച. കണ്ണിന്നാ കുന്തെടുത്ത് കള. വേണ്ടി വെള്ളത്തിൽ കലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നല്ല കനല്.
ഫോണ് മുട്ടിലിറങ്ങി. ആരാണെന്നാ ഒരു പേ പിടിച്ച. എന്തിനാടോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ? കള്ളം വന്നാ കാണാൻ വേണ്ടിയാ. കള്ളം നമ്മളെ കാണില്ലേ? അതെങ്ങനെ? കറണ്ട് പോയിരിക്കല്ലേ? കൊണ്ടുപോയി അകത്ത് വെക്കണോ? കതറിട്ട കഴുത വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ. ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത്? നടു അയ്യോ, എന്ത് പറ്റി പിള്ളച്ച? ഉള്ളാണി പാപ്പന്റെ ബാധ കയറിയോ? കാൽ ഹാഫ് ബോയിലായടോ. കാലിന്റെ അടിഭാഗം പൊള്ളിന്ന്. വന്നു പുറത്തിറങ്ങാണെങ്കിൽ വിടരുതവനെ. താനിവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം. താനിങ്ങോട്ട് പോന്നു. ഞാൻ അടുക്കള വരെ പോണേ. എണ്ണ എടുത്ത് ഒഴിക്കണ്ടേ? എണ്ണ ഇവിടെ നില്ലടോ. അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിട്ട് വരാം. പോത്തത് എവിടെ പോയി കിടക്കുക? എടാ മാധവ, ഇങ്ങനെ ഇറങ്ങി വാടാ. പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് പറയുന്നത് പറഞ്ഞോണ്ടാ ഞാൻ പീസൂരി തന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ പകരടാ. നീ പറയുമ്പോ കുത്താനൂരെ ഞാൻ നിന്റെ അപ്പന. എടാ മാധവ, ഞാൻ പീസ് കുത്താൻ പോകുന്നു. അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത് കാലം വന്ന. എന്താ കംപ്ലൈന്റ്? സിവിലാ ക്രിമിനലാ? ഇവനൊന്നും മനുഷ്യരെ കണ്ടില്ലേ? ചെന്തു വണ്ടിയാ? അവളുടെ കെണിയായിരിക്കും. സൂക്ഷിച്ചില്ലെങ്കിൽ ആരാ? അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വീണിട്ടുണ്ടോ? ഓടി. എന്താ രസം കാണാൻ. എവിടെ? അതെ, കോട്ടി കോട്ടി. ഒന്നുമില്ല, കാലൊന്ന് പൊള്ളി, തൊലി പോയി. സാരമില്ല. നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക്. മീശയുടെ തൂക്കം ഒന്ന് കാണാൻ. എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക. എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് ഇവിടെ? എന്താ ഒന്നുമില്ല ശാന്തമേടത്തി, ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ. അല്ലല്ല, ഞങ്ങള് തമ്മിൽ ലവ്വാ. ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേച്ചനെ അതറിഞ്ഞിട്ട് എന്നെ എലിക്കണി വെച്ച് പിടിച്ചിരിക്കുക. നോണയ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിൽ നിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? പിന്നെ നീ പറഞ്ഞ നാട്ടുകാര് വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളേച്ച. ചെവി കിട്ടുതാ. വേണ്ട, നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളിക്കെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണിയായി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷനെ വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട പോലെ, അവൻ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തൊരു ശവം വീഴും. നമുക്ക് ഇപ്പൊ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബി ചലിത് കൊൺബലവത്തന കാപ്പലുമയത്തും തോം തോം തോം. ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം, ഒറിജിനൽ.
ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും. ഇനി എന്നാത്തിന് അതിന്റെ കണ്ണു നിറയുന്നേ? ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച് എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ആവശ്യം വരുമ്പോ നീ വീണ്ടും എന്റെ അടുത്ത് വരുമെന്ന്. ഈ എലുമ്പനും തന്നെ എന്റെ ബാക്കി നിൽക്കുന്നേ. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കയറി നിൽക്കരുതെന്ന്. അങ്ങോട്ട് മാറിയുന്നേ, ഇത് പണം വെക്കുന്ന സേഫാ. അയ്യോ, കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ? എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. തന്നെ ഇപ്പോഴെനിക്ക് സമാധാനായത്. പലിശ പലിശ പലിശ. അപ്പൊ എല്ലാം സെറ്റിലായില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചു തരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ്, ഇനി കാണണമെന്നില്ല. അതൊക്കെ അറിയാച്ചാ. ഇതെന്നാ ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട. പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. കർത്താവിന്റെ മണവാട്ടിയാവാനുള്ള നിങ്ങളെ സാത്താന്മാർ ചക്കര വാക്കുകൾ പറഞ്ഞ് മയക്കിയെടുത്ത് അവരുടെ മണവാട്ടിമാരാക്കും. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിച്ചവർ തടിതപ്പും. എങ്ങനെയാ മദർ സാത്താന്മാർ ഞങ്ങളെ നശിപ്പിക്കുന്നത്? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. പരീക്ഷണത്തിന്റെ 3 മാസം നീ തികയ്ക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആത്മീയതയോട് മനസ്സിൽ അല്പമെങ്കിലും എതിർപ്പുള്ളവർക്ക് ലൗകിക ജീവിതം തുടരാം. പക്ഷേ മഠത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ പുറത്തു വെച്ച് നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ പിഴയ്ക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും പിഴച്ചു പോയാൽ ഉടനെ തന്നെ കോളേജിൽ ആവേലച്ചനെ കണ്ട് കുറ്റം ഏറ്റു പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. ചെയ്യാമേ? അപ്പൊ നീ പിഴയ്ക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അല്ല, അഥവാ അങ്ങനെ അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ രാത്രിയിൽ 101 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിരിക്കണം. മനസ്സിലായോ? സാത്താന്റെ സന്തതികള്. ഇടമല നോക്കാറ് ചെല്ലിന്. എന്റെ ഈശോയെ, വൃത്തികെട്ട പിശാചുക്കളുടെ നോട്ടത്തിൽ നിന്നും ഈ കുഞ്ഞാടുകളെ നീ രക്ഷിക്കണമേ. My dear students, I hope you will enjoy this class. Today we are going to study about the romantic heroes and heroines of Victorian period. എന്ന് വെച്ച് നിങ്ങളാരും റൊമാൻസിലേക്ക് വഴുതി വീഴരുത് മക്കളെ. നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിമാറാവേണ്ടവരാണ്. കർത്താവിനോട് മാത്രമായിരിക്കണം നിങ്ങളുടെ റൊമാൻസ്. ലെറ്റ് us come to the subject. What is romance? Anybody can answer me? ரொமான்ஸ் காதல். ஓஹோ, அப்படியா? அது எனக்கு தெரியாதே. நான் கேட்டதுக்கு பதில் சொல்லு. What is romance? Romance is the ultrafine feeling of feelings. We just can't explain the meaning and feeling of love. Romance is the divine aroma of the heart. And romance is the heartbeat of men and women. Romance is the universe. Romance is the air. Romance is the earth. The blood. The flesh. Here. Stop it. But stop illa. It is the red wine of a girl's beautiful lip and sweet honey of her words. Oh, what a feeling. Yeah. Isn't it, Miss Anna? I love you, Anna. ഉഴുന്നുവട, പരിപ്പുവട, ബജി, ചാക്കോബാർ. വാട്ട് എ ന്യൂസൻസ്. എന്താണോ ചന്തയാണോ? ഒരു ചന്ത ഇവിടെ ഉള്ളപ്പോ വേറൊരു ചന്ത എന്തിനാണ്? ലേഡീസ് ഓഫ് ദി ജെന്റിൽമാൻ ആൻഡ് സ്റ്റുഡന്റ്സ് ആൻഡ് ഫാദർ, ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഈ കോളേജിലെ ക്യാന്റീന്റെ കോൺട്രാക്ട് ഞങ്ങൾക്കാണ്. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ആരും ഭക്ഷണം തേടി ക്യാന്റീനിൽ വരണമെന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഓർഡർ അനുസരിച്ച് നിങ്ങളുടെ സീറ്റുകളിൽ എത്തുന്നതാണ്. ഫാദറിന് വിരോധമില്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സെർവ് ചെയ്തോട്ടെ. ക്ലാസ് റൂമിലാണോടോ കച്ചവടം? യെസ്, ദിസ് ഈസ് ക്ലാസ് ഡൈവറി. മസാല ദോശ, നെയ് റോസ്റ്റ്, ചിക്കൻ ഗുലാബി, ബനാന ഗോസറീസ്, ഹൽവ, മിരാണ്ട, പൂരി, മിൽക്ക് ഷേക്ക്, മനീഷ കൊയിലാള, എവരിതിങ് ഓക്കേ. ഓ മൈ കൊരാള, ഛേ നോ, ഓ മൈ ജീസസ്, സേവ് മീ. സേമിയ ഐറ്റംസ് ഇപ്പൊ ഉണ്ടാവില്ല. ഓ, തന്റെ നെയ്ച്ചോറ് തരണോ? നെയ്ച്ചോറ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. തൽക്കാലം ഫാദർ ഈ ഐസ്ക്രീം കഴിച്ച് മൃതിയടായി, സോറി തൃപ്തിയടായി. ഓ മൈ ഫാദർ. നോട്ട് മൈ ഫാദർ, യുവർ ഫാദർ. പ്ലീസ് ഈ ഐസ്ക്രീം കഴിക്കൂ ഫാദർ, പ്ലീസ്. വെറുതെ കിട്ടുന്നില്ലേ ഫാദർ, കഴിച്ചോളൂ. വടി പിടിക്കുന്ന പോലെ നിൽക്കാണ്ട് കുട്ടികൾ ഓർഡർ എടുക്കും. ആർക്ക് ചോറ്, ആർക്ക് നെയ്ച്ചോറ്, ആർക്ക് ബിരിയാണി, ആർക്ക് ബിയർ, ബീഡി സദ്യ. അവന്മാരുടെ ധിക്കാരം കണ്ടില്ലേ? ക്ലാസ് റൂമിൽ കയറിയ കച്ചവടം നടത്തുന്നത് അടി കൊടുക്കേണ്ടതാ. ക്യാൻറ്റീൻ നടത്തുന്നവരാണെന്ന് കണ്ടാ പറയില്ല. എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. അന്നയോട് അയാൾ എന്താ പറഞ്ഞ? ഐ ലവ് യു എന്ന് ഞാൻ കേട്ടു. അന്നേനി സൂക്ഷിക്കണം, അല്ലെ മേഴ്സി ക്യാൻറ്റീനിലൊന്നും പോകണ്ട. ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഏയ്, അതൊന്നും ഇപ്പൊ വേണ്ട. കംപ്ലൈന്റ് ചെയ്താൽ അവർക്ക് വാശി കൂടും. നമ്മളൊക്കെ കന്യാസ്ത്രീകളാകാൻ വന്നവരാണെന്ന് അറിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. എന്റെ ഈശോയെ, ഞാൻ എന്നായി കേൾക്കുന്നേ? ഇവനൊക്കെ പഞ്ചാര അടിക്കാൻ മഠത്തിലെ പെമ്പിളനെ കിട്ടിയുള്ളൂ.
മദർ നേരിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. അവൻ അങ്ങനെ വിടാൻ പാടില്ല. ചാൾസ് ഒനാസിസ് ജൂനിയർ എന്നാ അയാളുടെ പേര്. എന്നാ വാങ്ങാത്തതാണെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ ഒരുതരം മായകളാ മക്കളെ. ജൂനിയർ ഇങ്ങനാണെങ്കിൽ അവന്റെ തന്ത സീനിയർ എന്തായിരിക്കും സാധനം? എന്റെ ഈശോയെ, എന്റെ കുഞ്ഞാടികളെ നീ കാത്തോണമേ. അന്നയുടെ പുറകെ അയാൾ ഇപ്പൊ കൂടിയിരിക്കുന്നത് കണ്ടിട്ട് വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു. പണക്കാരനായോണ്ടായിരിക്കും കോളേജ് ക്യാമ്പസിൽ ഉള്ളിവടയും ചായ നിൽക്കാൻ നടക്കുന്നത്. അയാളാണ് മദർ കോളേജ് ക്യാൻറ്റീൻ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാ തന്നത്. ആരെന്ത് ഫ്രീ ആയിട്ട് തന്നാലും നിങ്ങൾ വാങ്ങൂ? ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടായിരിക്കും തരുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊരു തെരിയിൽ തരും. അന്നേരം കരഞ്ഞത് കൊണ്ടോ സൂയിസൈഡ് പോയിന്റ് പോയി ചാടി കൊണ്ടോ കാര്യമില്ല. ആ വിലച്ചില്ലായിരുന്നു അവിടെ. അച്ഛനെ ഏറ്റവും വലിയ പ്രശ്നം 2 ഐസ്ക്രീം കിട്ടിയപ്പോ അച്ഛനും അയാളുടെ പക്ഷത്തായി. എന്റെ ഗുറോത്തി മാതാവേ, എന്റെ തല പിടരുന്നു. എവിടെ നിങ്ങളുടെ ജപമാല? പോയി മുട്ടുകാലിൽ നിന്ന് ജപമാല ചൊല്ല്. പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതെന്നും ആശയ കടക്കാനുള്ള കരുത്ത് തരണമെന്നും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും. ചെല്ല്. Who ordered Japan cutlet here, students? Nobody ordered? Silence, please. It's correct, father. But my boss Charles Onassis Jr. എന്നോട് പറഞ്ഞിരിക്കുന്നത് സൈലൻസ് പ്ലീസ് എന്നല്ല, സർ പ്ലീസ് എന്നാണ്. ആരെന്ത് ചോദിച്ചാലും കൊടുക്കുക, ആരെന്ത് തന്നാലും മേടിക്കുക. What do you want, father? ഉഗാണ്ടൻ ബോണ്ട, ഉട്ടോപ്പിയൻ ഉഴുന്നുവട, കാനഡ കട്ട്ലറ്റ് or ചൈനീസ് ചമ്മന്തി? Stupid. അത് 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തരാം, ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദേഴ്സ്, മദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ലവേഴ്സ്. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് എനിക്കറിയാം. ഷൂ പറയാനല്ല ഞാൻ തന്നെ ഇങ്ങോട്ട് വിട്ടത്. ആദ്യം മാന്യമായി സെർവ് ചെയ്യാൻ പഠിക്കണം. Keep it here. ഇതൊരു 5 സ്റ്റാർ കോളേജ് ആക്കി മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം. പഠിത്ത കാര്യത്തിൽ നിങ്ങൾ വളരെ പിന്നിലാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. ഇതുപോലൊരു അടിയുടെ ശബ്ദം നേരത്തെ ഞാൻ കേട്ടിരുന്നു. ഫാദറിന്റെ കൈകൊണ്ട് കിട്ടുന്ന അടി അതൊരു മഹാഭാഗ്യമാണ്. എനിക്കത് കിട്ടില്ലെന്നോർത്ത് ഞാൻ ഖേദിക്കുന്നു. ഇവിടെ വാ പൊളിച്ചെന്ന് കണ്ട് അടുക്കളയിൽ ചെന്ന് വേസ്റ്റെല്ലാം തൂത്തെടുത്ത് ഫാദർ ഗബ്രിയലിന് ചിക്കൻ ഗുലാബി ഉണ്ടാക്കി കൊടുക്കണം. ചില്ലി കുറച്ച് വരെ ഫാദർ, ചില്ലി കുറച്ച്. ഇരിക്കുന്ന കുട്ടി ജപ്പാൻ കട്ട്ലറ്റിന് ഓർഡർ ചെയ്തിരുന്നു. കർത്താവിന്റെ ദാസനായ ഞങ്ങളുടെ മനസ്സ് കഴിഞ്ഞാൽ എനിക്കിതൊക്കെ സെർവ് ചെയ്യാമായിരുന്നു. ഞാനിതൊക്കെ സെർവ് ചെയ്തോട്ടെ ഫാദർ ഗബ്രിയൽ അച്ചോ. എന്റെ ഹൃദയശ്വരിക്ക് വേണ്ടി ഈ ഉള്ളവന്റെ ലോല ഹൃദയം മൈദമാവിൽ മുക്കി പൊരിച്ചെടുത്ത കട്ട്ലറ്റാ ഈ അനുരാഗ കട്ട്ലേറ്റ്. തീവ്രമായ എന്റെ പ്രേമത്തെ തിരസ്കരിക്കരുത്, എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കരുത്. കാട്ടുമാക്കാൻ നോക്കുന്നത് ഞാൻ പോവാ. ഇതിനകത്തിരുന്ന് ഫാദർ വല്ലാണ്ട് കറുത്തു. വാട്ട്സ് ദി പ്രോബ്ലം?